എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കുടിക്കുന്ന ഒരു ജ്യൂസിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. BCG ജ്യൂസ്. അത് ഞാൻ ഒരു 1 മന്തായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജ്യൂസിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു ജ്യൂസ് കുടിച്ചിട്ട് എനിക്ക് എന്തൊക്കെ റിസൾട്ടുകളുണ്ട്, അതുപോലെ എന്തൊക്കെയാണ് ശരിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വോയിസ് കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ ഒരു ജ്യൂസ് കുടിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 1 മന്തായി. ഞാനിത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി പറഞ്ഞിട്ടാണ് ഈ ഒരു ഇത് കുടിച്ച് തുടങ്ങിയത്. പക്ഷേ എനിക്ക് സ്കിന്നിൽ അങ്ങനെ പറയത്തക്ക വലിയ ബ്രൈറ്റനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്നാൽ എനിക്ക് കുറച്ച് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. അതിനു മുന്നേ ഈ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ജ്യൂസിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ കുടിക്കുന്ന ജ്യൂസ് ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, നെല്ലിക്ക ഈ 3 സാധനങ്ങൾ ഇട്ടിട്ടുള്ള ജ്യൂസാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ ബെനിഫിറ്റ്സ് നോക്കിയ സമയത്ത് അതിൽ പറയുന്നത് നമ്മുടെ ബ്ലഡ് കുറവുള്ള ആൾക്കാർക്ക് ബ്ലഡ് കൂടാനായിട്ട്, അതുപോലെ വിളർച്ച, പിന്നെ സ്കിന്ന് ഡ്രൈ ആവുന്നത് മാറാനായിട്ട്, നമ്മുടെ കണ്ണിന് നല്ലതാണ്, കരളിന് നല്ലതാണ്, പ്രമേഹവും കൊളസ്ട്രോളും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് അതൊക്കെ കൺട്രോൾ ആവാനായിട്ടൊക്കെ ഈ ഒരു ജ്യൂസ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ള ആൾക്കാർ ഡോക്ടറോട് സജഷൻ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള എന്ത് ഡ്രിങ്ക്സ് ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും കണ്ടു എന്ന് പറഞ്ഞിട്ട് വെറുതെ അതൊന്നും എടുത്ത് കുടിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ കൺട്രോൾ ആവാനായിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ, ഹെൽത്ത് ഇമ്പ്രൂവ് ആവാനായിട്ട്, അതുപോലെ നമ്മുടെ ഹെയർ വളരാനായിട്ട്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിനുണ്ടെന്നാണ് ഇവർ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഞാൻ കുടിച്ചിട്ട് എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ചിലപ്പോൾ ഇവർ ഈ പറയുന്ന പോലെയൊക്കെ ശരിയായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ABCDZXYZ ഒക്കെ ഉള്ളത് കൊണ്ട് അത് നമ്മുടെ അത്യാവശ്യം വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ജ്യൂസ് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് എനിക്ക് എന്തൊക്കെ റിസൾട്ട് ഉണ്ടായെന്ന് നോക്കിയാലോ. എനിക്ക് ഇത് ഞാൻ ഇത് രാവിലെ വെറും വയറ്റിലാണ് കുടിക്കുന്നത്. അപ്പോൾ ഇത് കുടിച്ചിട്ട് നമുക്കൊരു ഫ്രഷ് ഫീല് കിട്ടും. പിന്നെ രാവിലെ ചായയൊക്കെ കുടിക്കുന്നതിലും ഏറ്റവും ബെറ്റർ ഇങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസൊക്കെ കുടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ സ്കിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് കളർ വെക്കുകയോ ബ്രൈറ്റൻ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ എൻ്റെ സ്കിന്നിൽ ഡ്രൈനെസ് കുറഞ്ഞായിരുന്നു. സ്കിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. ഞാൻ മോയ്സ്ചറൈസറോ അങ്ങനത്തെ ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരുന്നു. അതൊന്ന് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നിയ വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, എനിക്ക് ചെറിയ പൊടി പോലും പെട്ടെന്ന് അലർജി ആവുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കുറവാണ്. ഈ ഒരു ജ്യൂസ് കുടിച്ച് തുടങ്ങിയ ശേഷം അങ്ങനെ തുമ്മലോ ജലദോഷമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ അലർജി ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് വന്നാൽ പോലും എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഇത് കുടിച്ചത് കൊണ്ടാണെന്ന് ഞാൻ 100% ഷുവർ പറയുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൻ്റേതാകാം. അവർ പറയുന്നുണ്ടല്ലോ ഇമ്മ്യൂണിറ്റി പവർ കൂടുമെന്ന് പറയുന്നുണ്ടല്ലോ, ചിലപ്പോൾ അതുകൊണ്ടാകാം. പിന്നെ എനിക്ക് വന്ന ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഹെയർ തിക്കായിട്ട് വളർന്നു എന്നല്ല പറയുന്നത്. എൻ്റെ ഹെയർ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുഞ്ഞു 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 ഈ പണ്ടത്തെ രാജാക്കന്മാരുടെ മുടി ഇങ്ങനെ ചുരുണ്ടിരിക്കില്ലേ എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് ഫുള്ള് ഇത്രയും ഈ ഭാഗത്ത് മുടി എനിക്ക് ഒരു ഏകദേശം ഈ ഒരു ലെങ്ത്തിന് തന്നെ നീളം വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ മുടികൾ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ തന്നെ ഇത് കുടിച്ചു തുടങ്ങിയ ശേഷമാണ് എനിക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ഹെയർ കുറച്ച് ഇമ്പ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഹെയർ ഫോൾ കുറയാനും ഇത് കുടിച്ചിട്ടാണോ എന്നെനിക്ക് 100% ഷുവർ അല്ല. പക്ഷേ ഇത് കുടിച്ച് തുടങ്ങിയ ശേഷം, അതിന് മുന്നേ എനിക്ക് എന്താ പറയുക, പോസ്റ്റ്പാർട്ടം ഹെയർ ഫോളും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത് കുടിച്ച് തുടങ്ങിയ ശേഷം എനിക്ക് കുറച്ച് ഹെയർ അങ്ങനെ വലിയ കൊഴിച്ചിൽ ഇല്ല. എന്നാലും ഹെയർ കൊഴിയുന്നുണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് ഹെയറിൽ ഇങ്ങനെ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ വളരാനും തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ട്. അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവുന്നത് മാറിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ബ്ലഡ് വളരെ കുറവുള്ള ആളാണ് ഞാൻ. എൻ്റെ കൈ മുറിഞ്ഞാൽ പോലും എനിക്ക് ബ്ലഡ് വരാത്ത ഒരാളാണ്.
പക്ഷേ എനിക്കിപ്പോൾ അത്യാവശ്യം ബ്ലഡ് ഉണ്ട്. അപ്പോൾ ഈ വിളർച്ച അങ്ങനെയുള്ള ഒരു പ്രശ്നം എൻ്റെ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു റിസൾട്ട്. പിന്നെ ഉള്ളിൽ ഇനിയിപ്പോൾ നമ്മുടെ കാഴ്ചശക്തി കൂടിയോ അല്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനം ഓക്കെ ആയോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ പ്രമേഹം, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ലാത്തത് കൊണ്ടും ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും എനിക്കറിയില്ല അതിന് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. രാവിലെ ഇത് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു എന്തോ ഒരു ഉള്ളിൽ നല്ലൊരു തണുപ്പോ എന്തൊക്കെയോ ഒരു ഫീലിങ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു BCG ജ്യൂസ് നമ്മൾ കുടിക്കും. നമ്മൾ ഇത്രയും കാശ് മുടക്കി നമ്മുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മളിത് കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവണ്ടേ നമുക്ക്. അല്ലാതെ നമ്മൾ വെറുതെ ഇത് കുടിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് എന്താണെങ്കിലും അതെ. പിന്നെ രാവിലെ വെറും വയറ്റിൽ നാരങ്ങ പിഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ദൈവത്തെ ഓർത്ത് ഡോക്ടറിൻ്റെ ഒരു സജഷൻ ഇല്ലാതെ ആരും കുടിക്കരുത്. കാരണം ഡെയിലി നാരങ്ങ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസും വയറിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. എന്താണെങ്കിലും ഇപ്പോൾ ഞാനൊരു 1 മന്ത് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അധികമായാൽ അമൃതും വിഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു 1 മന്ത് യൂസ് ചെയ്തിട്ട് കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജീരകവെള്ളമാണ് കുടിക്കുന്നത്. രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ ജീരകവെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ട്രൈ ചെയ്താലും നമ്മുടെ ഹെൽത്ത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു BCG ജ്യൂസിന് ഗൂഗിളിൽ അവർ ഇത്രയും പറയുന്നുണ്ട്. നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആരെങ്കിലും ഇത് ട്രൈ ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഇത് കുടിക്കുന്നത് കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അറിയാലോ, എനിക്കും അറിയാലോ എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ, എന്താണെന്നുള്ളത് ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാലോ. അപ്പം നിങ്ങളുടെ കമൻസ് ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒത്തിരി വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. BCG ജ്യൂസ് അവരെന്തൊക്കെയോ റിസൾട്ട് അതിനുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഒരുപാട് പേര് ബ്രൈറ്റൻ ആവും എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. ചിലർക്ക് സ്കിന്ന് ബ്രൈറ്റൻ ആവുമായിരിക്കും, ചിലർക്ക് ഹെയർ വളരുമായിരിക്കും, ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ റിസൾട്ട് ആയിരിക്കും. ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ റിസൾട്ട് ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ റിസൾട്ട് ഉണ്ടായെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.